ഡൽഹി NCRൽ ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിൽ മാതൃപൂജ സംഘടിപ്പിച്ചു. 600-ൽ പരം അമ്മമാരും കുട്ടികളും ചടങ്ങിന്റെ ഭാഗമായി. സമ്പോധ് ഫൗണ്ടേഷൻ ആചാര്യൻ സ്വാമി ആധ്യാത്മാനന്ദ സരസ്വതി മാതൃപൂജയ്ക്ക് നേതൃത്വം നൽകി. ഡൽഹി വികാസ്പുരി കേരള സ്കൂളിൽ ബാലഗോകുലം സംഘടിപ്പിച്ച മാതൃപൂജയിൽ പങ്കെടുത്ത അമ്മമാർക്കും കുട്ടികൾക്കും ലഭിച്ചത് വിവരണാതീതമായ അനുഭവം. മാതൃപൂജകൾ കാലഘട്ടത്തിൻ്റെ ആവശ്യമായി വരികയാണ്. ഇതിന് വലിയ പാരമ്പര്യമുണ്ട്. മാതൃദേവോഭവ എന്ന ഉപനിഷദ് ആദേശമനുസരിച്ചാണ് ഇത് സംഭവിക്കുന്നത്. പക്ഷേ ഈ കാലത്ത് ഇതിൻ്റെ പ്രാധാന്യം വളരെ വളരെ വർദ്ധിച്ചിരിക്കുന്നു. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വലിയ മൂലധനം അച്ഛനമ്മമാരുടെ വാത്സല്യാനുഗ്രഹമാണ്. അച്ഛനമ്മമാർക്കത് നൽകാനുള്ള ധാർമ്മിക ബലമുണ്ടായിരിക്കണം. ഈ കാലത്ത് പ്രത്യേകിച്ച് നേരമുണ്ടായിരിക്കണം. അച്ഛനമ്മമാരുടെ വാത്സല്യ അനുഗ്രഹം കുട്ടികൾക്ക് വലിയ മൂലധനമാണ്, അനുമതിയാണ്, ആവേശമാണ്. പ്രായഭേദമന്യേയുള്ള പങ്കാളിത്തം മാതൃപൂജയിൽ പ്രകടമായിരുന്നു. ചടങ്ങിൽ പങ്കെടുത്ത അമ്മമാരും കുട്ടികളും അവരറിയാതെ കണ്ണീരണിഞ്ഞു. അമ്മേ അമ്മേ എന്നു കേഴുന്ന ശീലമുണ്ട്, അമ്മയാണെന്നും എനിക്കേകമാശ്രയം. അമ്മേ അമ്മേ എന്നു കേഴുന്ന ശീലമുണ്ട്, അമ്മയാണെന്നും എനിക്കേകമാശ്രയം. എൻ്റെ അസ്തിത്വവും ദേഹപൈതാഹവും മാതൃതപസ്സിൻ്റെ സ്നേഹോപഹാരമാം. അമ്മമാരുടെ കാലുകൾ കഴുകി ചന്ദനാദി സുഗന്ധങ്ങൾ പൂശി 21 മന്ത്രങ്ങൾ ചൊല്ലി അർച്ചന. ഹാരം ചാർത്തി ആരതി ഒഴിഞ്ഞ് മാതൃവന്ദനം. അമ്മയെ പൂജിക്കാൻ അങ്ങനെ പ്രായമൊന്നുമില്ലല്ലോ. അമ്മയാണല്ലോ ആദ്യത്തെ ദൈവം, എപ്പോഴും പൂജിക്കണം. വളരെയധികം സന്തോഷം ഇവിടെ വരാൻ പറ്റിയതിൽ. അമ്മയെ എങ്ങനെ ദൈവമായും അച്ഛനെ അമ്മയെ എങ്ങനെയായി കാണാനും മക്കളെ ഇത് പഠിപ്പിക്കാനും വളരെയധികം നന്നായി തോന്നുന്നു. അമ്മയെ ദേവീ തുല്യം ആരാധിക്കാൻ പഠിപ്പിച്ച പൈതൃകം വരും തലമുറയ്ക്ക് പകർന്നു നൽകാൻ ബാലഗോകുലം സംഘടിപ്പിച്ച മാതൃവന്ദനം ചടങ്ങ് ഉപകാരപ്പെട്ടു. ബാലഗോകുലത്തിൻ്റെ ഡൽഹി NCRലുള്ള മുഴുവൻ മേഖലകളിൽ നിന്നുമായിട്ടുള്ള 600-ലധികം അമ്മമാരും അവരുടെ കുഞ്ഞുങ്ങളും ഇവിടെ എത്തിച്ചേർന്ന് ഈ പരിപാടിയിൽ മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നത് സ്വാമി ആധ്യാത്മാനന്ദ സരസ്വതി സമ്പോധ് ഫൗണ്ടേഷൻ കേരളത്തിൽ നിന്നാണ് അദ്ദേഹം എത്തിച്ചേർന്നിട്ടുള്ളത്. കൂടാതെ ഇവിടെ പങ്കെടുക്കുന്ന അമ്മമാരെല്ലാവരും ഒരുമിച്ചിരുന്ന് ലളിത സഹസ്രനാമം ചൊല്ലി അതോടൊപ്പം തന്നെ മാതൃപൂജയിൽ പങ്കെടുത്തു. അവർക്ക് വേണ്ടുന്ന പാരൻറ്റിങ് ഇവിടെ നിന്ന് നടന്നു കഴിഞ്ഞിരിക്കുകയാണ്. കുട്ടികൾക്കും അമ്മമാർക്കും പുറമെ ചടങ്ങിന് സാക്ഷിയാകാൻ ഡൽഹിയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് 100 കണക്കിന് പേർ വികാസ്പുരി കേരള സ്കൂളിലെത്തിയിരുന്നു. ജനം, ഡൽഹി.